നമസ്കാരം. ഇന്ന് നമുക്ക് ഉപനിഷത്തുകളിൽ രണ്ടാമത്തേതായ ഘട ഉപനിഷത്തിനെ കുറിച്ച് ഒന്ന് നോക്കാം. നമ്മൾ 18 പുരാണങ്ങൾ ചെയ്തിരുന്നു. ഉപനിഷത്തിൽ ഒന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തേത് നമുക്കിന്ന് അതെന്താണെന്നൊന്ന് നോക്കാം. നമ്മെ അസ്വസ്ഥമാക്കുന്ന കാരണങ്ങളെ അന്വേഷിച്ച് ഒരിടത്തും അലഞ്ഞ് നടന്നിട്ട് പ്രയോജനമില്ലെങ്കിൽ തന്നിലേക്ക് തന്നെ തിരിഞ്ഞ് അവനവൻ്റെ യഥാർത്ഥ സത്തയെക്കുറിച്ച് ബോധവാനാവുകയാണ് പ്രശ്നപരിഹാരം എന്ന് അത്യന്തം കാവ്യാത്മകമായി വളരെ ഭംഗിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഘടോപനിഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നമുക്ക് ശാന്തി പാഠത്തിലേക്ക് കടക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാ വാ അവധേതമസ്തു മാ വിദിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ് ശാന്തി മന്ത്രം. അല്ലയോ പരമാത്മാവെ, അങ്ങ് ഞങ്ങൾ ഗുരു ശിഷ്യന്മാർക്ക് എല്ലാ പ്രകാരത്തിലുമുള്ള രക്ഷ ചെയ്യണേ. ഞങ്ങൾ രണ്ടുപേരെയും അവിടുന്ന് സമുചിതമായ രീതിയിൽ പരിപാലനം ചെയ്യണമേ. ഞങ്ങൾ രണ്ടുപേരും കൂടി അധ്യയനം നടത്തുന്ന വിദ്യ തേജോപൂർണമാക്കി തരയണമേ. എല്ലാ പ്രകാരങ്ങളിലും ബലം പ്രാപിക്കണമേ. ആരിൽ നിന്ന് വിദ്യയിൽ ഞങ്ങൾ പരാജിതരാകരുത്. ഞങ്ങൾ പരസ്പരം സ്നേഹത്താൽ ബന്ധിതരായി തീരണമേ. ഞങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും പരസ്പര ദേഷ്യം ഉണ്ടാകാതിരിക്കണമേ. ഇതാണ് ഇതിൻ്റെ പൊരുൾ. പണ്ഡിതന്മാരല്ലാത്ത സാധാരണക്കാർക്കും ഉപനിഷത്തുക്കളും ഒക്കെ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ നമുക്ക് ആ ലളിതമായ രീതിയിൽ ഇത് ഒന്ന് നോക്കാം. ഭാഷയിലും ശൈലിയിലും വളരെ ലളിതമായ ഗ്രന്ഥങ്ങൾ മാത്രമേ സാധാരണക്കാരന് പ്രാപ്യമാവുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ലഘുവായി സാരാംശം ചോർന്നു പോകാതെ ഈ ഉപനിഷത്തിലേക്ക് ഒന്ന് കടക്കാം. സംഭാഷണ രൂപത്തിലാണ് ഈ ഘടോപനിഷത്ത് എന്ന ഉപനിഷത്ത് തുടങ്ങുന്നത് തന്നെ. നചികേതസ് എന്ന ബാലനും മൃത്യുദേവനായ യമനും തമ്മിലാണ് സംഭാഷണം നടത്തുന്നത്. നമുക്കിപ്പോൾ 4 വേദങ്ങളിലായി 1180 ശാഖകളുണ്ട്. പക്ഷേ നമുക്ക് ലഭ്യമായത് 108 ഉപനിഷത്തുകൾ മാത്രമാണ്. കൃഷ്ണ യജുർവേദത്തിൻ്റെ ഘടശാഖയിൽപ്പെട്ട ഉപനിഷത്താണ് ഘടോപനിഷത്ത്. അരുണൻ്റെ പുത്രനാണ് ഉദ്ദാലക മഹർഷി. ഉദ്ദാലകൻ്റെ പുത്രൻ നചികേതസ്. ഉദ്ദാലക മഹർഷി വിശ്വജിത്ത് എന്നൊരു യാഗം നടത്തി. സാധാരണ യാഗം നടത്തുന്നത് അവരുടെ അഭിവൃദ്ധിക്കും രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഒക്കെ വേണ്ടിയാണല്ലോ. അപ്പോൾ ഈ വിശ്വജിത്ത് എന്ന യാഗം നടത്താൻ തീരുമാനിച്ച്, അപ്പോൾ ഈ യാഗം കഴിയുമ്പോൾ എല്ലാ ആ വസ്തുക്കളുമെല്ലാം ദാനം ചെയ്യുന്ന പതിവുണ്ട്. അങ്ങനെ യാഗം കഴിഞ്ഞിട്ട് വിതരണം ചെയ്യേണ്ട വസ്തുക്കളെ നചികേതസ് ഒന്ന് നോക്കി. അപ്പോൾ കുറേ ചാവാലി പശുക്കളെ കണ്ടു. വളരെ സൂക്ഷിച്ച് യാതൊരു ആരോഗ്യമില്ലാത്ത പശുക്കളെ കണ്ടിട്ട് നചികേതസിന് വളരെ ദുഃഖം തോന്നി. ഇതാർക്കെങ്കിലും കിട്ടിയാൽ അവർ ഇതുകൊണ്ട് എന്തു നേടാനാണ്? അപ്പോൾ ഉദ്ദേശിച്ച ഫലം തൻ്റെ പിതാവിന് കിട്ടുമോ എന്നൊക്കെ നചികേതസ് ചിന്തിച്ചു. ദുഃഖിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ പുത്രൻ ചോദിച്ചു, അപ്പം പുത്രനെയും ദാനം ചെയ്യണമല്ലോ. പുത്രൻ ചോദിച്ചു, തന്നെ ആർക്കാണ് അച്ഛൻ ദാനമായി കൊടുക്കുന്നതെന്ന്. പിതാവിനോട് പല പ്രാവശ്യം ഈ ചോദ്യം ചോദിച്ചു. പിതാവിന് ആകെ ദേഷ്യമായി. ബാലചാബല്യം എന്ന് കരുതി ഉദ്ദാലക മഹർഷി ഒന്നും വേണ്ടിയില്ല. നചികേതസ് ഈ ചോദ്യം ആവർത്തിച്ചപ്പോൾ ശല്യം തോന്നിയ പിതാവ്, നിന്നെ ഞാൻ യമരാജന് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് നചികേതസിന് ഒന്നും തോന്നിയില്ല. അദ്ദേഹം യമരാജാവിനെ അന്വേഷിച്ചങ്ങ് പുറപ്പെട്ടു. അപ്പോൾ യമരാജാവിൻ്റെ വസതിയിൽ ചെന്നപ്പോൾ യമരാജാവ് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 3 ദിവസം അദ്ദേഹം അവിടെ കൊട്ടാരത്തിൽ യമരാജാവിനെ കാത്തുനിന്ന് ജലപാനം പോലും ഇല്ലാതെയാണ്. യമരാജാവിൻ്റെ ഭാര്യ നിർബന്ധിച്ചു അകത്ത് കയറി ഇരുന്ന് ആഹാര പദാർത്ഥങ്ങളൊക്കെ കഴിക്കാൻ. പക്ഷേ നചികേതസ് കൂട്ടാക്കിയില്ല. യമൻ മടങ്ങിയെത്തിയപ്പോൾ അതിഥി തന്നെ കാത്തിരിക്കുന്നു. അതിഥി അഗ്നി പോലെയാണ്. അതിന് സംഹാരവും സംരക്ഷണവും സാധ്യമാണ്. യമദേവൻ ദുഃഖിതനായി. എങ്കിലും ക്ഷമ ചോദിച്ച് ബാലനെ സൽക്കരിച്ച് 3 വരം ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. പിതാവ് ദേഷ്യം കൊണ്ട് എന്നെ യമദേവന്
നൽകിയതാണ് എന്ന് നചികേതസ് യമദേവനോട് പറഞ്ഞു. ഇന്ന് അദ്ദേഹം അതോർത്ത് ദുഃഖിക്കുകയായിരിക്കും. അതുകൊണ്ട് ആദ്യം പിതാവിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ കോപത്തെ ഒന്ന് ശമിപ്പിക്കണമെന്ന് പറഞ്ഞു. യമൻ അത് സാധ്യമാക്കി കൊടുത്തു. നചികേതസ് ആവശ്യപ്പെട്ട രണ്ടാമത്തെ വരം സ്വർഗപ്രാപ്തിക്ക് അർഹനാക്കണം എന്നാണ്. അങ്ങനെ ആകണമെങ്കിൽ അഗ്നിവിജ്ഞാനം നിർബന്ധമാണ്. യമൻ അഗ്നിവിജ്ഞാനം നചികേതസിന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. നചികേതാഗ്നി എന്ന ഒരു വരവും ഒരു ദിവ്യമാലയും കൂടി യമദേവൻ നചികേതസിന് സമ്മാനമായി കൊടുത്തതായി നമുക്ക് ഈ ഉപനിഷത്തിൽ കാണാം. ബാലൻ്റെ വിനയവും ശ്രദ്ധയും അത്രമേൽ യമദേവന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ചോദിക്കുന്നു മൂന്നാമത്തെ ചോദ്യം. മരണശേഷം ആത്മാവിന് അസ്തിത്വം ഉണ്ടെന്നും ഇല്ലെന്നും അഭിപ്രായമുണ്ട്. ഈ സംശയത്തിന് പരിഹാരം വേണമെന്നാണ് നചികേതസ് യമദേവനോട് ചോദിക്കുന്നത്. ഈ ഉപദേശമാണ് നചികേതസ് യമരാജനോട് ചോദിച്ചത്. യമരാജാവ് പെട്ടുപോയി. ചാടിക്കേറി 3 വരം ചോദിച്ചു കൊള്ളാനും പറഞ്ഞു. യമദേവൻ പറഞ്ഞു, ഇതൊഴികെ മറ്റെന്ത് നീ ചോദിച്ചു കൊള്ളുക. നചികേതസ് ഉണ്ടോ വിടുന്നു. എല്ലാ ലൗകിക സ്വഭോഗങ്ങളും നശ്വരമാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ച വരം തന്നെ എനിക്ക് മതിയെന്ന് നിർബന്ധപ്പെടിച്ചു. ജനിമൃതികളുടെ രഹസ്യമാണത്. മറ്റെന്തും തരാമെന്ന് യമദേവൻ നചികേതസിനോട് പറയുകയാണ്. ഇന്ദ്രിയങ്ങൾ വഴി ലഭിക്കുന്ന ആനന്ദം മരണത്തോടെ തീരുമെന്നും ഒരിക്കലും സംതൃപ്തി കൈവരികയില്ലെന്നും മരണത്തിനപ്പുറത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നാൽ മതിയെന്നും നചികേതസ് ശാഠ്യം പിടിച്ചു. യമന് വഴങ്ങേണ്ടി വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, പ്രേയത്തിന് പകരം ശ്രേയമാണ് നചികേതസ് തിരഞ്ഞെടുത്തത്. അതായത് അജ്ഞതയ്ക്ക് പകരം അറിവിനെ സ്വീകരിച്ചു. യമന് സന്തോഷമായി. ഇതുപോലുള്ള ഒരു അന്വേഷകൻ വിരളമാണെന്നും യാഥാർത്ഥ്യത്തിൻ്റെ അദൃശ്യ ബിന്ദുവിൽ മറഞ്ഞിരിക്കുന്ന ആത്മതത്വത്തെ കണ്ടെത്തുന്ന സ്ഥിരപ്രജ്ഞനാണ് നചികേതസെന്നും യമരാജൻ നന്നായി ബോധ്യപ്പെട്ടു. അർഹമായ കൈകളിൽ തന്നെയാണ് താൻ ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നതെന്ന് യമദേവന് ഉള്ളിൽ സന്തോഷവും ഉണ്ടായി. ജനനവും മരണവും പരസ്പരം പൂരകങ്ങളാണ്. ഒന്നില്ലെങ്കിൽ മറ്റേതില്ല. സുഖദുഃഖങ്ങളെ കടന്നു പോകുന്ന സൂക്ഷ്മതത്വത്തെ പ്രാപിച്ച് ഓരോരുത്തർക്കും ആനന്ദിക്കാവുന്നതാണ്. അക്ഷരബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു. ധർമാധർമ്മങ്ങളെയും സൃഷ്ടാസൃഷ്ടങ്ങളെയും കാലങ്ങളെയും അതിലംഘിച്ച് നിൽക്കുന്നത് എന്തെന്ന് നചികേതസ്. ഉത്തരം ഓമാണെന്ന് യമൻ. അതുതന്നെയാണ് പരമമായ ബ്രഹ്മം. ഈ അക്ഷരം അറിയുന്നവന് എല്ലാ ഇച്ഛകളും പ്രാപ്യമാണ്. ഇതറിയുന്നവൻ ബ്രഹ്മലോകത്തിൽ സത്വം പ്രാപിക്കുന്നു. ആത്മാവ് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. അത് ഒരിടത്തു നിന്ന് വന്നതല്ല. അത് ആരുമല്ല. അത് നിത്യമാണ്. നിഴലും വെളിച്ചവും പോലെയാണ് ജീവ പരമാത്മാക്കൾ. ആത്മാവ് രഥയാത്രയും ശരീരം രഥവും, ബുദ്ധിയെ തേരാളിയും മനസ്സിനെ കടിഞ്ഞാണും, ഇന്ദ്രിയങ്ങളെ കുതിരകളും വിഷയങ്ങളെ വഴിയും ആയി കാണുന്ന ഒരു രഥ ഉപമ ഈ ഉപനിഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. മനസ്സാകുന്ന കടിഞ്ഞാൻ വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ ഇന്ദ്രിയങ്ങൾ അനുസരണയുള്ള കുതിരകളാകും. അപ്പോൾ ലക്ഷ്യത്തിലെത്തിച്ചേരാം. അല്ലാത്തവർ ജന്മജന്മാന്തരങ്ങൾ ചുറ്റിത്തിരിയും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, തനിക്ക് പ്രതികൂലമായത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യരുതെന്ന്. ഈ ചാവാലി പശുക്കളെയൊക്കെ സാധാരണ പാവങ്ങൾക്ക് കൊടുത്തിട്ട് അവരതിനെ തീറ്റിപ്പോറ്റാനൊന്നും കഴിയുകയില്ല. അത് ആ യാഥാർത്ഥ്യമൊക്കെ നചികേതസ് മനസ്സിലാക്കുകയാണ്. ആത്മജ്ഞാനത്തിൻ്റെ ദുർലഭതയുടെ കാരണവും പറയുന്നു. നചികേതസിനെ പ്രശംസിച്ചുകൊണ്ട് യമരാജൻ പറയുന്നു, നിൻ്റെ പവിത്ര ബുദ്ധിയും നിർമ്മലമായ നിഷ്ഠയും കണ്ട് ഞാൻ അത്യന്തം പ്രസന്നനായിരിക്കുന്നു. യമരാജൻ ഇദ്ദേഹം നചികേതസിൻ്റെ നിഷ്കാമഭാവത്തെ പ്രശംസിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് ലഭിക്കുന്ന നിധികൾ സമ്പത്തും ഒക്കെ എത്ര അമൂല്യമായാലും അതൊക്കെ ഒരിക്കൽ നശിക്കും. അത് അനിത്യമാണ്. അപ്പോൾ യമരാജൻ പറയുകയാണ്, നചികേതസ്, നീ ബുദ്ധിസമ്പന്നനും നിഷ്കാമനും ആകുന്നു. നീ അനാസക്തനാണ്. ആത്മതത്വത്തെ അറിയുന്നതിന് യോഗ്യനുമാണ്. ഹേ നചികേതസേ, നിനക്ക് വേണ്ടി ആ പരമധാമത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് പ്രവേശിക്കുന്നതിൽ നിന്നും ആർക്കും നിന്നെ തടയുവാൻ സാധ്യമല്ല. നിങ്ങൾ ബ്രഹ്മപ്രാപ്തിക്കുള്ള ഉത്തമ അവകാശിയായിരിക്കുന്നതായി എനിക്ക് മനസ്സിലാകുന്നു. യമരാജൻ ആത്മാവിൻ്റെ സ്വരൂപത്തെ നചികേതസിന് പറഞ്ഞു കൊടുക്കുന്നു. ആത്മാവിൻ്റെ ശുദ്ധരൂപത്തെയും നിത്യതയെയും പറ്റി പറഞ്ഞു കൊടുക്കുന്നു. കൃപാനിർഭരന്മാരായ സാധകർക്ക് പരമാത്മാവ് യോഗമായയുടെ മറമാറ്റിയിട്ട് അവൻ്റെ മുമ്പിൽ തൻ്റെ സ്വന്തം രൂപം പ്രകടമാക്കി കാണിക്കുകയും ചെയ്യുന്നു. ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത ഇന്ദ്രിയങ്ങൾ
തോന്നിയ ദിശയിലേക്ക് പോകും. രഥത്തെ അശ്വങ്ങൾ നയിക്കുന്നു. എന്നാൽ ആ അശ്വങ്ങളെ എങ്ങോട്ടെല്ലാം നയിക്കണം എന്നത് ബുദ്ധിമാനായ സാരഥിയുടെ ജോലിയാണ്. പരബ്രഹ്മത്തെ അതിഥി ദേവിയുടെ രൂപത്തിലും വർണ്ണിക്കുന്നു. യമരാജൻ ജീവാത്മാവിൻ്റെ ഗതിയും പരമാത്മാവിൻ്റെ സ്വരൂപവും വ്യക്തമാക്കുന്നു. ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞതിവിടെ മന്ത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. യോഗധാരണാ മാർഗം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് പരമേശ്വരനെ പ്രാപിക്കുന്നതിനുള്ള സാധന യമരാജൻ വിവരിക്കുകയാണ്. നിഷ്കാമഭാവത്തിൻ്റെ മഹിമയും പറയുന്നു. സംശയരഹിതമായ ദൃഢനിശ്ചയത്തിൻ്റെ മഹിമ, മരണാനന്തരമുള്ള ജീവാത്മാവിൻ്റെ ഗതി എന്നിവയും വിവരിക്കുന്നു. ഹൃദയത്തിൽ 101 പ്രധാന നാഡികളുണ്ടല്ലോ, അവ അവിടെ നിന്നും എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു കിടക്കുന്നു. അതിൽ സുഷുമ്ന നാഡി ഹൃദയത്തിൽ നിന്നും മസ്തകത്തിലേക്ക് പോയിരിക്കുന്നു. ഭഗവാന്റെ പരമധാമത്തിലേക്ക് പോയേണ്ട അവകാശി ആ നാഡിയിൽ കൂടി ശരീരത്തിൽ നിന്നും വെളിയിൽ വന്ന് ഏറ്റവും ഉയർന്ന ലോകത്തിൽ ഭഗവാന്റെ പരമധാമത്തിൽ ചെന്ന് അമൃത സ്വരൂപ ആയ പരമാനന്ദമയനുമായ പരമേശ്വരനെ പ്രാപിക്കുന്നു. മറ്റു ജീവികൾ മരണകാലത്ത് മറ്റു നാഡികളിൽ കൂടി ശരീരത്തിൽ നിന്ന് വെളിയിൽ വന്ന് അവരവരുടെ കർമ്മങ്ങൾക്കും വാസനകൾക്കും അനുസരണമായി നാനാ യോനികളെ പ്രാപിക്കുന്നു. നചികേതസ് ഓരോ വരം യമരാജനോട് ചോദിക്കുമ്പോൾ നചികേതസിൻ്റെ നിഷ്കാമഭാവ യമന് നന്നെ ബോധിച്ചു. പരമാത്മാവിൻ്റെ തത്വജ്ഞാനത്തിന് യഥാർത്ഥമായ അവകാശിയാണ് നചികേതസ് എന്ന് യമരാജൻ നിശ്ചയിക്കുന്നു. പരബ്രഹ്മ പുരുഷോത്തമൻ എന്ന തത്വം പൂർണ്ണമായി യമരാജൻ നചികേതസിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവിൻ്റെ മഹത്വം, അതിൻ്റെ നിത്യസ്വഭാവം, അജരത്വം, അമൃതത്വം എന്നിവ വിശദീകരിക്കുന്നു. യമധർമ്മൻ്റെ ഉപദേശമാണ് ഇവിടെ പ്രധാന ദർശനം. ശ്രേയസ്സും പ്രേയസ്സും എന്നൊരു പ്രധാന ദർശനവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. പ്രേയസ് തൽക്ഷണ സുഖപ്രദമായതും ഭൗതികമായതുമാണ്. ശ്രേയസ് എന്ന് വെച്ചാൽ ആത്മീയ ഉന്നമനത്തിനുള്ള വഴി. ഇത് ദീർഘകാല സുഖം നൽകുന്നു. നല്ലൊരു ഗുരുവിൻ്റെ സഹായത്തോടെ നമുക്ക് ആത്മജ്ഞാനം നേടാമെന്ന ദർശനവും ഇതിൽ കാണാൻ സാധിക്കുന്നു. ആത്മജ്ഞാനി മരണത്തെ ഭയപ്പെടുന്നില്ല. ശരീരത്തിൻ്റെ നശ്വരതയും ആത്മാവിൻ്റെ അനശ്വരതയും എന്ന ദർശനവും നമുക്ക് ഈ ഉപനിഷത്തിൽ കാണാൻ സാധിക്കും. ബ്രഹ്മജ്ഞാനം പ്രാപിക്കുമ്പോൾ മാത്രമേ ഒരുവൻ്റെ ജീവൻ പൂർണ്ണമാക്കുകയുള്ളൂ എന്ന ദർശനവും നമുക്ക് ഈ ഉപനിഷത്തിൽ കാണാൻ കഴിയും. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെ നിയന്ത്രിക്കുക, ധ്യാനത്തിലൂടെ ആത്മാവിനെ അറിയുക, സദാചാരവും സത്യാന്വേഷണമുള്ള ജീവിതം നയിക്കുക, ആത്മാവിനെ അണുവിലും ചെറുതും മഹത്തിനും വലുതുമായെന്ന് വിവരിക്കുന്നു. ഇത് ശ്രവണം മാത്രം കൊണ്ട് ഗ്രഹിക്കാനാകുകയില്ല. ആന്തരിക അനുഭവം വേണം. തപസ്യയുടെ മഹത്വം നചികേതസിന് വളരെ വ്യക്തമായി യമരാജൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാം ത്യജിച്ച് ആത്മീയ മാർഗം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രാധാന്യവും ഇവിടെ കാണാം. ആന്തരിക ശാന്തിയാണ് ശാശ്വതമായ ആനന്ദം. ഒരേ സമയത്ത് 2 ജീവിതശൈലി ആർക്കും നിലനിർത്താനാവുകയില്ല. അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുമെങ്കിലും നാനാത്വം മിഥ്യ, ഏകത്വം സത്യം എന്ന ദർശനവും കാണാം. ഭയമില്ലാത്ത ജീവിതം നൽകുന്ന ഒരു പ്രബോധനമാണ് ഈ ഉപനിഷത്ത്. ആത്മാവിനെ അജോ നിത്യ ശാശ്വതോയ പുരാണ, ജന്മമില്ലാത്തതും ശാശ്വതവും പുരാതനവും എന്ന് വിവരണവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ശരീരം രഥം പോലെയും ബുദ്ധിയെ സാരഥിയും മനസ്സിനെ അധിപതിയും ഇന്ദ്രിയങ്ങൾ കുതിരകളും ആഗ്രഹങ്ങൾ പാതയും ആത്മാവ് യാത്രികനും ഒക്കെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് യാഥാർത്ഥ്യവും. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നചികേതസ് യമരാജനോട് ചോദിച്ചിരിക്കുന്നത്. മരണശേഷമുള്ള ആത്മാവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ചോദിക്കുന്നു. യമരാജൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പാത്രം മറിഞ്ഞ് ഭിക്ഷ കൊടുക്കണമെന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഇവിടെ പല പ്രലോഭനങ്ങളും നചികേതസിന് മുന്നിൽ വെച്ച് നീട്ടിയെങ്കിലും അതിലൊന്നും നചികേതസ് വീണില്ല. അപ്പോൾ യമരാജന് മനസ്സിലായി ഇത് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തി തന്നെയാണ് തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് എന്ന്. പല പ്രലോഭനങ്ങളും നിരത്തിയെങ്കിലും വഴങ്ങുന്നില്ല എന്ന് മനസ്സിലായല്ലോ. ആത്മവിദ്യയെപ്പറ്റി മാത്രം ചോദിക്കരുത്. ക്ഷണഭംഗുരങ്ങളാകുന്ന വസ്തുക്കളൊന്നും എനിക്ക് വേണ്ട എന്ന് അപ്പോൾ നചികേതസ് പറയുന്നു. യമരാജന് ബോധ്യമായി നചികേതസിൻ്റെ ദൃഢനിശ്ചയവും പരമവൈരാഗ്യവാനും ബ്രഹ്മവിദ്യയ്ക്ക് അർഹനുമാണെന്ന്. സദാകാലവും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും രക്ഷപ്പെട്ട് നിത്യാനന്ദ സ്വരൂപമായ പരബ്രഹ്മ പുരുഷോത്തമനെ പ്രാപിക്കുന്നതിനുള്ള ഉപായമാണ് ശ്രേയസ്. സ്ത്രീ, പുത്രൻ, ധനം, മാളിക, ബഹുമാനം, ഈ ലോകത്തിൻ്റെയും സ്വർഗ്ഗലോകത്തിൻ്റെയും ഭോഗവസ്തുക്കളെ പ്രാപിക്കുന്നതിനുള്ള ഉപായം, അതാണ് പ്രേയസ്. മാനവ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം സാധിക്കണമെങ്കിൽ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ആദ്യത്തേതാണ്, ശ്രേയസ്സിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പുനർജന്മത്തിലും പരലോകത്തിലും വിശ്വാസമുള്ളവർ ശ്രേയം, പ്രേയം എന്നിവ വരുമ്പോൾ
ചിന്തിക്കും. രണ്ടിൻ്റെയും തത്വം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് നീരക്ഷീര വിവേകിയായ അരയന്നത്തെ പോലെ പ്രേയസിനെ ഉപേക്ഷിച്ചിട്ട് ശ്രേയസിനെ സ്വീകരിക്കും. അരയന്നത്തിന് നീരവും ക്ഷീരവും അതായത് പാലിലുള്ള വെള്ളത്തെയും പാലിനെയും പ്രത്യേകം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് അരയന്നം. അപ്പോൾ അരയന്നത്തെ പോലെ പ്രേയസിനെ ഉപേക്ഷിച്ചിട്ട് ശ്രേയസിനെ സ്വീകരിക്കും. ആദ്യം പരമാത്മാവിൻ്റെ മഹിമയാണ് ഇതിൽ വർണ്ണിക്കുന്നത്. എല്ലാവരുടെയും ഹൃദയമാകുന്ന ഗുഹയ്ക്കുള്ളിൽ ഇതുണ്ട്, ആരും മനസ്സിലാക്കുന്നില്ല. ഓം എന്ന ഏകാക്ഷരത്തെ പറ്റി ഇതിൽ പറയുന്നുണ്ടല്ലോ. പ്രണവം ഓങ്കാരമാണ്, ബ്രഹ്മവും അതുതന്നെ, പരബ്രഹ്മവും അതുതന്നെ. യാതൊരു സാധകൻ ഭക്തിയും പ്രേമവും പ്രണവത്തിൽ അർപ്പിക്കുന്നുവോ അവൻ പരമാത്മാവിനെ പ്രാപിക്കുന്നു. ഇവിടെ ഓങ്കാരത്തെ ബ്രഹ്മം, പരബ്രഹ്മം എന്നൊക്കെയാണ് പറയുന്നത്. ആത്മാവിൻ്റെ സ്വരൂപത്തെയും ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. ആത്മാവ് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. അത് സ്വയം ഒന്നിൽ നിന്നും ഉണ്ടായതോ ഒന്നിനും കാരണമോ അല്ല. ഇത് ഒന്നിൻ്റെയും കാരണവുമല്ല. അത് അജോനിത്യവും ഏകരസവും പുരാതനവുമാകുന്നു. ശരീരത്തിന് നാശമുണ്ടായാലും ആത്മാവിന് നാശമില്ല എന്ന് നാം മനസ്സിലാക്കണം. പരമാത്മാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരുത്തനെ അദ്ദേഹം സ്വയം സ്വീകരിക്കുന്നുവോ, ഏതൊരാൾക്ക് അവനെ അറിയാൻ ഉത്കടമായ ആഗ്രഹമുണ്ടോ, യാതൊരുത്തൻ അവൻ്റെ കൃപയെ വേണമോ, കൃപാനിർഭരന്മാരായ സാധകന് മേൽ പരമാത്മാവ് യോഗമായയുടെ മറമാറ്റി പൂർണ്ണരൂപത്തിൽ ദർശനം കൊടുക്കുമെന്നാണ് പറയുന്നത്. പരബ്രഹ്മ പുരുഷോത്തമൻ്റെ പരമധാമത്തിൽ ഏതെല്ലാം പരമസാധകർക്ക് പ്രവേശിക്കുവാൻ കഴിയും, രഥവും രതിയും എന്ന രൂപകം വഴി അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ അതിൻ്റെ ഹൃദയാകാരത്തിൻ്റെ പരിണാമത്തിൽ വിരാജിക്കുന്ന ജ്യോതിർമയനാകുന്നു. അത് എല്ലാ ജ്യോതിസും വളരുകയും തളരുകയും അണയുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യൻ്റെ ഹൃദയഗുഹയിൽ സ്ഥിതി ചെയ്യുന്നത് ഇന്നെങ്ങനെയോ അതേപോലെ തന്നെ നാളെയും സ്ഥിതി ചെയ്യുന്നു. അത് കൂടുന്നില്ല, കുറയുന്നില്ല, നശിക്കുന്നുമില്ല. യജ്ഞവേദിയിലെ അഗ്നേയ ഹോതാവും അന്തരീക്ഷത്തിലെ വസുവും ജലത്തിലെ മത്സ്യം, ശംഖം, വൃക്ഷം, അങ്കുരം, ഔഷധി, പർവ്വതം, നദി എന്നീ രൂപത്തിലൊക്കെയാണല്ലോ കാണപ്പെടുന്നത്. പ്രാണനും അപാനനും പ്രവർത്തിക്കുന്നു. വർത്തമാന ശരീരം വിട്ടുപോകുമ്പോൾ ഇന്ദ്രിയങ്ങളും പ്രാണനും അതോടൊപ്പം പോകും. കാഴ്ചയ്ക്ക് ജഡശരീരത്തിൽ ഒന്നും ഉള്ളതായി തോന്നില്ല. ആ പരമേശ്വരൻ ചേതനയിലും ജീവിതത്തിലും ജഡത്തിലും അവശേഷിക്കുന്നു, എല്ലാത്തിലും സദാ വ്യാപ്തനാകുന്നു. അതാണ് പരമാത്മാവ്. പ്രാണ അപാനന്മാർ ജീവാത്മാവിനെ ആശ്രയിച്ച് കഴിയുന്നു. ജീവാത്മാവുണ്ടെങ്കിൽ പ്രാണ അപാനന്മാർക്ക് നിലനിൽപ്പുള്ളൂ. നമ്മൾ പറയാറില്ലേ, പുണ്യപാപങ്ങൾ തുല്യമായി ചെയ്താൽ മനുഷ്യരായും, പുണ്യം കുറവും പാപം കൂടുതലും ചെയ്താൽ പക്ഷിമൃഗാദികളായും, പാപം അത്യധികം ചെയ്താൽ വൃക്ഷം, ലത, പർവ്വതം എന്നിവയായും ഒക്കെ ജനിക്കുമെന്ന്. പരമേശ്വരൻ്റെ മുന്നിൽ സൂര്യൻ പ്രകാശിക്കില്ല. സൂര്യൻ അപ്പോൾ മിന്നാമിനുങ്ങ് പോലെയാണ്. പരമേശ്വരൻ്റെ അമോഘ ശാസനത്താൽ ആണ് അഗ്നി, സൂര്യൻ, ഇന്ദ്രൻ, വായു, ഋതുക്കൾ, മഴ, പ്രാണശക്തി എന്നിവയുടെ ഏറ്റക്കുറച്ചിലുകൾ പ്രകൃതിയിൽ ഉണ്ടാക്കുന്നത്. ഉദ്ദിഷ്ടത ജാഗ്രത പ്രാപ്യവര നിബോധിത ക്ഷുരസ്യധാര നിശിത ദുരധ്യയ ദുർഗം പദസ്തത് കവയോ വദന്തി. അല്ലയോ മനുഷ്യ, നീ ജന്മാന്തരങ്ങളായി അജ്ഞാന നിദ്രയിൽ ലയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പരമാത്മാവിൻ്റെ കൃപയാൽ മനുഷ്യ ശരീരം ലഭിച്ചിരിക്കുന്നു. ഇതിനെ നഷ്ടപ്പെടുത്തരുത്. അതിവേഗം ശ്രദ്ധാലുക്കളായി തീരുവിൻ. ശ്രേഷ്ഠന്മാരായ മഹാപുരുഷന്മാരെ സമീപിച്ച് പരമാത്മാവിനെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ഗ്രഹിച്ചു കൊള്ളുക. തീക്ഷണമായ ഖടാരയുടെ ധാരയിൽ കൂടി നടക്കുന്നത് പോലെ കഠിനമാണ്. പെട്ടെന്ന് നിന്ന് പരമാത്മാവിനെ ഒന്നും കാണാൻ പറ്റില്ല. നല്ല മൂർച്ചയുള്ള വാളിൽ കൂടെ നടന്നാൽ എങ്ങനെയിരിക്കും? അതായത് പരമാത്മാവിനെ കണ്ടെത്താനുള്ള വഴി ദുർഘടം പിടിച്ചതാണ്. വളരെ പ്രയാസപ്പെട്ടാൽ മാത്രമേ നമുക്കവിടെ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. തീക്ഷ്ണമായ കഠാരയുടെ ധാരയിൽ കൂടി നടക്കുന്നത് പോലെ കഠിനമാണ്. സുഗമമായി അക്കരെ എത്താനുള്ള വിദ്യ അനുഭവജ്ഞാനികളിൽ നിന്നും മനസ്സിലാക്കാനും നചികേതസിനോട് യമരാജൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു പുതിയ കാര്യമല്ല. പരമ്പരാഗതമായ എല്ലാ പുരാണങ്ങളിലും ഒക്കെ ഇതിനെ തേടുന്നതിന് യഥാർത്ഥ ഗുരുക്കന്മാരുടെയൊക്കെ സഹായത്തോടു കൂടി മാത്രമേ പറ്റുകയുള്ളൂ. അതിന് അനുഭവജ്ഞാനികളിൽ നിന്ന് തന്നെ പഠിക്കണം. അത് യമരാജൻ പറയുന്നു. അത് ഈ ഉപനിഷത്തിൽ എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും ആശയങ്ങൾ എല്ലാം ഏകദേശം ഒരുപോലെയായിരിക്കും. നചികേതസ് എന്ന ബാലൻ്റെ അസാമാന്യ വ്യക്തിത്വം എന്ന ദർശനം നമുക്ക് ഈ ഉപനിഷത്തിൽ കൂടി കാണാൻ കഴിയും.
പുണ്യം കാംക്ഷിച്ചാണല്ലോ സമ്പത്ത് ദാനം ചെയ്യുന്നത്, യജ്ഞമൊക്കെ നടത്തിയിട്ട്. നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ ഭാഗ്യലോകത്തേക്ക് തുറക്കുന്ന രീതിയിലാണ്. ദൈവത്തിൻ്റെ ഒരു കളിയെ, കാരണം ഉള്ളിലാണ് ഇന്ദ്രിയങ്ങൾ എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യത്തേക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം ഭാഗ്യലോകത്തേക്ക് കാണത്തക്ക രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ അതായത് നിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ നീ പെട്ടെന്ന് എങ്ങനെ അറിയണ്ട, അതിന് കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. നീ പുറത്തെ കാഴ്ചകൾ മാത്രം കണ്ടാൽ മതി. നമ്മുടെ ഹൃദയമധ്യത്തിൽ നിലകൊള്ളുന്ന ആത്മതത്വം അങ്കുഷ്ടം മാത്രമാണ്. അതിനെ പെട്ടെന്ന് നീ ദർശിക്കേണ്ട. ശരീരത്തിൽ 11 കവാടമുള്ളൊരു നഗരമായും ആത്മാവിനെ അതിൻ്റെ അധിപനായും ചിത്രീകരിക്കുന്നു. മുകളിൽ വേരും താഴെ ശാഖയുമുള്ള അശ്വത്ഥ വൃക്ഷമാണ് വിശ്വം. ജീവൻ നൽകുന്ന മുകളിലെ വേര് ബ്രഹ്മമാണ്. അന്തരാത്മാവായ പുരുഷൻ വിരലോളം പോന്നവൻ. ശരീരത്തിൽ നിന്ന് അതിനെ കണ്ടെത്തണം. അപ്പോൾ അത് ശുദ്ധമായ അമർത്യത തന്നെയാണെന്ന് മനസ്സിലാകും. അത് നീ തന്നെയാണെന്നും നിനക്ക് ബോധ്യമാകും. ആത്മാവിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ സ്വഭാവം, ആത്മജ്ഞാനം നേടേണ്ടതിൻ്റെ ആവശ്യകത, അത് കിട്ടിയാൽ ലഭിക്കുന്ന ആനന്ദം എന്നിവയെല്ലാം ഈ ഉപനിഷത്തിൽ കൂടി വായിച്ചിട്ടുള്ള പലർക്കും, അതായത് യൂറോപ്യൻ തത്വചിന്തകന്മാർക്ക് പോലും അതിശയമുണ്ടാകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓരോ ദർശനങ്ങളുടെയും വിവരണം. മരണഭയത്തെ അതിജീവിച്ച് ശരിയായ ആത്മാന്വേഷണത്തിലൂടെ മോക്ഷം നേടാം. മനുഷ്യൻ മരിച്ചാലും ഉണ്ട്, ആത്മാവ് ശാശ്വതം, ശരീരം നശിക്കും. മരണം ആത്മാവിൻ്റെ അവസാനമല്ല. നിയന്ത്രണമില്ലാത്ത ജീവിതം മരണജനന ചക്രത്തിൽപ്പെടും, അല്ലാത്തത് ബ്രഹ്മത്തിലേക്കും. മരണം ഒരു അവസാന വാക്കല്ല, മറിച്ച് മാറ്റം മാത്രമാണ്. മരണം ആഴത്തിലുള്ള നിദ്രയാണ്. ശരീരം പ്രവർത്തനരഹിതമായാലും ആത്മചൈതന്യം നിലനിൽക്കും. ജീവൻ അഗ്നിജ്വാല പോലെയാണ്. മരിച്ചാൽ മറ്റൊരു ശരീരത്തിൽ പുനർജന്മമെന്ന് പറയാം, അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുമെന്ന് പറയാം. വൃക്ഷവിത്ത് പോലെയാണ് ജീവൻ. വൃക്ഷം നഷ്ടപ്പെട്ടാലും വിത്ത് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയത് ഉണ്ടാകും. ആത്മാവ് നിത്യനും ശാശ്വതനുമാണ്. അങ്ങനെ ആത്മജ്ഞാനത്തിൻ്റെ ദുർലഭതയുടെ കാരണം സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ശരിക്കുമുള്ള ഒരു അനുഭവജ്ഞാന ഉള്ള ഒരു ഗുരുവിൻ്റെ കീഴിൽ നമ്മൾ അഭ്യസിക്കുകയാണെങ്കിൽ നമുക്ക് പരബ്രഹ്മത്തിൽ എത്തിച്ചേരാനുള്ള വഴികൾ അദ്ദേഹം പറഞ്ഞു തരുമെന്നും, അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത്രയും ലളിതമായതും പരിശുദ്ധമായതുമായ ഒരു ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ തികച്ചും നമുക്ക് എല്ലാ യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കി പരബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കാൻ കഴിയും. അപ്പോൾ ഈ ഉപനിഷത്ത് വിവരണം ഇവിടെ നിർത്തുന്നു. അടുത്ത് 3-ാം ഉപനിഷത്തുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഇതിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.